എല്ലാവരോടും അവസാന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ എല്ലാവരോടും പറഞ്ഞു പ്രചരണം നടത്താൻ പാടില്ല. പക്ഷേ പ്രധാനമന്ത്രിക്ക് മാത്രം ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. And after all this effort, the Prime Minister barely escaped losing in Varanasi. പക്ഷെ നിങ്ങൾക്കറിയോ, ഇതെല്ലാം ചെയ്തതിനു ശേഷം പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടനെ. In fact, the BJP lost in Ayodhya. അത് മാത്രമല്ല, BJP അയോധ്യയിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. They lost in Uttar Pradesh. അവർ ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടു. And they lost because they were attacking the very idea of India. അവരെന്തുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? BJP പരാജയപ്പെട്ടത് ഇന്ത്യ എന്ന ആശയത്തെ അവർ ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. In our constitution, India is called a union of states. നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. India is a union of states, of languages, of history, of culture, of religion, of tradition. ഭാരതം എന്ന് പറയുന്നത് ഭാരതം വിവിധ സംസ്ഥാനങ്ങളുടെ, വിവിധ പാരമ്പര്യങ്ങളുടെ, വിവിധ ചരിത്രങ്ങളുടെ, വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ ഭാഷകളുടെ ഒരു സമ്മേളനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. Kerala has its own language. Tamil Nadu has its language. Bengal has its own language. Each one of these states have their own culture. Every single one of them has to be respected. കേരളത്തിന് കേരളത്തിന്റേതായ ഭാഷയുണ്ട്, തമിഴ്നാടിന് തമിഴ്നാടിന്റേതായ ഭാഷയുണ്ട്, ബംഗാളിന് ബംഗാളിന്റേതായ ഭാഷയുണ്ട്. അതുമാത്രമല്ല, ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ ചരിത്രവും പാരമ്പര്യവുമുണ്ട്. ഈ എല്ലാ ചരിത്രങ്ങളും, ഈ എല്ലാ ഭാഷകളും, ഈ എല്ലാ സംസ്കാരങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. In fact, the idea of India is the respect of the other. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, മറ്റുള്ളതിനെ, അവരുടെ ബഹുമാനിക്കലാണ്. And the symbol of respecting the other is the Constitution of India. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. This Constitution embodies the ideas, the traditions of our country. ഈ രാജ്യത്തിന്റെ ആശയങ്ങൾ, ഈ രാജ്യത്തെ രാജ്യമാക്കുന്ന ആശയം, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, ഇതിന്റെ എല്ലാ മൂർത്തിമത് ഭാവമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. It guarantees fairness to all histories, traditions, cultures, communities and religions. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ സമുദായങ്ങൾക്കും, ഈ രാജ്യത്തെ എല്ലാ പാരമ്പര്യങ്ങൾക്കും, ഈ രാജ്യത്തെ എല്ലാ ചരിത്രങ്ങൾക്കും തുല്യതയും തുല്യാവകാശങ്ങളും ന്യായവും ഉറപ്പു നൽകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. Over the last 10 years, the BJP has attacked the Constitution. കഴിഞ്ഞ 10 വർഷങ്ങളായി എന്നാൽ BJP ഇന്ത്യയുടെ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. They attack the Constitution when they make one community fight with another community. ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിനെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുമ്പോൾ, അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയെ അവർ ആക്രമിക്കുകയാണ്. They attack the Constitution when they try to impose one idea, one language, one culture on this country. ഈ രാജ്യത്തെ ഒരാശയവും ഒരു ഭാഷയും ഒരു സംസ്കാരവും അടിച്ചേൽപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അവർ ഇവിടുത്തെ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Before this election, BJP leaders clearly stated that they will destroy this constitution, change this constitution, throw this constitution in the rubbish bin. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുടെ നേതാക്കൾ പറയുകയായിരുന്നു, അവർ അധികാരത്തിൽ വന്നാൽ അവർ ഈ ഭരണഘടനയെ നശിപ്പിക്കും, ഈ ഭരണഘടനയെ വലിച്ചെറിയും, ഈ ഭരണഘടനയെ ചുവട്ടിലേക്ക് കളയും എന്ന് BJPയുടെ നേതാക്കൾ പറയുകയായിരുന്നു. The whole idea of 400 par was to change the constitution of India. 400-ലധികം സീറ്റുകൾ ഞങ്ങൾക്ക് വേണമെന്ന് BJP പറഞ്ഞതിന് പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ മാറ്റിമറിക്കുക, മാറ്റി എഴുതുക എന്നതായിരുന്നു. 20th century is a visual century. ഇന്നത്തെ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചിത്രങ്ങളുടെ, കാഴ്ചകളുടെ ഒരു നൂറ്റാണ്ടാണ്. Century of images, of television, of pictures. നമ്മൾ ഈ നൂറ്റാണ്ടെന്ന് പറയുന്നത് നമ്മൾ കാഴ്ചകൾ കാണുന്നു, ചിത്രങ്ങൾ കാണുന്നു, TV കാണുന്നു, ആ ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. So it is quite appropriate that after saying that they will change the constitution, the Prime Minister was seen doing this to the Constitution of India. കാഴ്ചകളുടെ ഈ ലോകത്ത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ്
വിജയം വന്ന ശേഷം പ്രധാനമന്ത്രി ഭരണഘടനയെ ഇങ്ങനെ വന്ദിക്കുന്ന കാണുന്ന ആ ഒരു ചിത്രത്തിന് വലിയ പ്രത്യേകതയുണ്ട്. So India gave a very clear message to the Prime Minister of India. You cannot touch the constitution of this country. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യ പ്രധാനമന്ത്രിക്ക് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകി. ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശം ഇന്ത്യ നൽകി. And the truth is that what we have today is a crippled government. ഇന്ന് നമ്മൾ പറയുന്ന സത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല. ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. A government that has been beaten so badly by the Indian alliance that it cannot walk straight. കാരണം ഇന്ത്യ മുന്നണിയുടെ മാരകമായ ഒരു പ്രഹരമേറ്റ അടിയേറ്റ ഒരു ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നേരെ നടക്കാൻ പോലും സാധിക്കാത്ത ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിലുള്ളത്. Certainly not a government that is going to capably lead this country. കാരണം ഈ രാജ്യത്തെ ശക്തിമത്തായ കഴിവുള്ള ഒരു ഗവൺമെന്റ് അല്ല, ഈ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. The India Alliance and the Congress Party has also completely destroyed the idea of Mr. Narendra Modi. അത് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യമുന്നണിയും ചേർന്ന് നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today, the Narendra Modi you see is a completely different Narendra Modi than before the elections. ഇന്ന് നിങ്ങൾ കാണുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ട നരേന്ദ്രമോദിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു നരേന്ദ്രമോദിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്.